നമസ്കാരം. 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ മുഖ്യപ്രതി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലാണ് സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ദീപക് വർമ്മയ്ക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് 5 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. പ്രതിയെ കണ്ടെത്താനായി സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും പോലീസ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ ദേവിഖേഡ മേഖലയിൽ നിന്നാണ് ഇയാളെ പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് തിരികെ വെടിവെക്കുകയും നെഞ്ചിൽ 2 തവണ വെടിയേറ്റതായും പോലീസ് അറിയിച്ചു. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസമാണ് ആലംബാഗ് മെട്രോ സ്റ്റേഷന് സമീപം അമ്മയോടൊപ്പം ഉറങ്ങിയായിരുന്ന 2 വയസ്സുകാരിയെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തുടർന്ന് കുട്ടിയെ പാലത്തിന്റെ അടിയിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു. അപകടാവസ്ഥയിലായ പെൺകുട്ടിയെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധം സംഭവത്തിൽ ഉയർത്തിയിരുന്നു. അതേസമയം കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവം നഗരവാസികളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രതിയെ തിരിച്ചറിയാനായതോടെയാണ് പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചത്. കൊല ചെയ്യപ്പെട്ട ദീപക് വർമ്മ നേരത്തെയും പീഡനക്കേസിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്.